ഇനി നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താ ഡയറക്ഷണൽ? സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ fxy ഈസ് ഡിഫൈൻഡ് ത്രൂ ഔട്ട് എ റീജിയൻ ആർ ഇൻ ദ xy പ്ലെയിൻ. അപ്പം ഇതാണ് xy പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് പി നോട്ട്, ദാറ്റ് ഈസ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എ പോയിന്റ് ഇൻ ആർ. പി നോട്ട് എന്ന് പറയുന്നത് ഇതൊരു പോയിന്റ് ആണ്, ആറിലെ ഒരു പോയിന്റ് ആണ്. ആൻഡ് u equal to u1i plus u2j is a unit vector. ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. ഇതാണ് ആ യൂണിറ്റ് വെക്ടർ. ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ. ദെൻ ദ ഇക്വേഷൻ x equal to x0 plus su, y equal to y0 plus su, su2, su1 and su2. Parameterize the line through p0 parallel to u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഇതാ. യു എന്ന് പറയുന്ന ഈ യൂണിറ്റ് വെക്ടർ, ഇത് യു എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ, അത് പി നോട്ടിലാണ് തുടങ്ങുന്നത്. ഇത് യൂണിറ്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് യു, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എസ് യു ടു എന്നാണ്. എസ് ഒരു പാരാമീറ്റർ ആണ്. അതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്. എന്ന് വെച്ചാൽ ഈ യൂണിറ്റ് വെക്ടറിൽ കൂടെ, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറിന് പാരലായിട്ടുള്ള ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് ഇത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ പാരലായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണിത്, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറിൽ കൂടെ പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ ഇതാണ്. പാരൽ ടു യു. യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. ഈ ദ പാരാമീറ്റേഴ്സ് മെഷർ ആർക്ക് ലെങ്ത് ഫ്രം പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. We find the rate of change of f at p naught in the direction of u by calculating df by ds at p naught. എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനാണ്. ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട്. ഈ പി നോട്ടിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ. ഈ ഡയറക്ഷനിൽ, ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഈസ് ദ നമ്പർ df by ds at u p നോട്ട്. യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് പി നോട്ടിൽ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്ന് പറയുന്നത് ഇതാണ്. ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ, അതാദ്യത്തെ, കോമ വൈ നോട്ട് പ്ലസ് എസ് യു ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡ് ബൈ എക്സ് എസ് പ്രൊവൈഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഇതാണ്. അപ്പം ഒന്നും കൂടെ ഇവിടെ നോക്കിയോ. ഇതാ ഇവിടെ പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ, ഇവിടെ ഇത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ യൂണിറ്റ് വെക്ടറിന് കൂടെ, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിലേക്ക് കൂടെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് എ പോയിന്റ് പി നോട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എഫ് ചേഞ്ചസ് എലോങ് ദിസ് ലൈൻ അറ്റ് പി നോട്ട്. അതിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ യു, അതിനുള്ള ഇതാണ്. ഇത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻഡ് ബൈ ഇക്വേഷൻ 1 ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ duf p naught or duf p naught എന്ന് പറഞ്ഞാൽ ഇത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഇവാലുവേറ്റഡ് അറ്റ് പി നോട്ട്. ഒന്നുകൂടെ ഓർക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡെറിവേറ്റീവ് ഓഫ് ഇത് പറയുന്നത് എന്താ? ഇത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവിൻ്റെ ഇവാലുവേറ്റ് അറ്റ് പി നോട്ട്. ഇതാണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ 1. Find the derivative of f of xy equal to x square plus xy at p naught 1 2 in the direction of the unit vector u equal to this. ഇതാണ് യൂണിറ്റ് വെക്ടറിൻ്റെ u1, ഇത് u2. അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് വൈ, ഇത് പി നോട്ട്, ഇത് യു. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എന്താ? ഇതാണ് ഡെഫിനിഷൻ. അപ്പം എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇതാ 1 പ്ലസ് എസ്
u1 എസ് u1 എന്ന് പറയുന്നത് എന്താണ് 1/√2 പ്ലസ് വൈ കോമ y0 എന്ന് പറഞ്ഞാൽ 2 ആണ് 2 പ്ലസ് എസ് u2 എന്ന് പറയുന്നത് എന്താ ഇതാണ് u2 1/√2 മൈനസ് എഫ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ 1 y0 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ എസ്. ഇതാണ് നമുക്ക് കിട്ടിയത് എസ് ഫോർമുലയിൽ. ഇനി നമ്മൾ ഇതണ്ട എഫ് ഓഫ് എക്സ് വൈ എന്താ x²y² ആണ്. x² പ്ലസ് XY. അപ്പം ഇതാണ് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. അപ്പം എന്തായിരിക്കും എഫ് ഓഫ് XY x². ഇതാണ് x², ഇതിൻ്റെ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് പ്ലസ് ഇനി എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് തന്നെയാണ് എക്സ്. എന്താ എക്സ് ദെൻ വൈ എന്ന് പറയുന്നത് എന്താ ഇതാണ്. മാറിപ്പോകരുതേ, ഒന്നും കൂടെ പറയാം. ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പം എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x², ഇതിൻ്റെ സ്ക്വയർ പ്ലസ് എക്സ്, ഇതാണ് എക്സ്, ഇത് ഇൻറ്റു വൈ ഇത് മൈനസ് എഫ് ഓഫ് 1 2 എന്ന് പറയാൻ എന്താ എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഫോർമുല. എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എന്താ x² പ്ലസ് XY ആണ്. x² പ്ലസ് XY. അപ്പം 1² പ്ലസ് 1 ഇൻറ്റു 2. നമുക്ക് 1 2 പോയിന്റാണ് കാണേണ്ടത്. അപ്പം അങ്ങനെ കിട്ടി. ദെൻ ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സ്ക്വയർ കണ്ടു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 1 ഇൻറ്റു 2 2, ഇതിനെ ഇതുകൊണ്ട് ചെയ്തപ്പോൾ s²/2 2s/√2 ഇൻറ്റു 1s/√2 3s/√2 മൈനസ് 2 + 1 3. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഈ എസ്സും കൂടെ പോയി, മുകളിലൊരു എസ് വന്നു, ഇതിൻ്റെ എസ് പോയി 5/√2 പ്ലസ് ഇതിൻ്റെ സ്ക്വയറും ഈ എസ്സും കൂടെ പോയി എസ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നായി കഴിഞ്ഞാൽ ഇത് 0 ആയിപ്പോയി. ദെൻ 5/√2. ഇതാണ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x² പ്ലസ് XY അറ്റ് 1 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈസ്. യു എന്ന് പറയുന്നത് എന്താ? യു എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡയറക്ഷനിൽ 1 2 ഇത് 2 ആണ്. 1 2 എന്ന് P0 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ യു എന്ന ഡയറക്ഷനിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 5/√2 ആണ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്. അപ്പം df/ds അറ്റ് P0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആണ് കാണേണ്ടത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. ഇനി എക്സ് എന്താ? എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എസ്, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എസ്. അപ്പം df/ds ആണ് കാണേണ്ടത്. അപ്പം df/dsന്റെ ഫോർമുല എന്തായിരിക്കും? df/ds എന്ന് പറഞ്ഞാൽ df/dx, കണ്ടോ? df/dx ഇൻറ്റു dx, പിന്നെ എക്സിൻ്റെ അകത്ത് എസ് മാത്രമേ ഉള്ളൂ, dx/ds പ്ലസ് df/dy df/∂y ഇൻറ്റു dy/ds. ഇതാണ് നമ്മൾ കാണുമ്പോൾ. അപ്പം df/∂x അതുപോലെ തന്നെ എഴുതി. dx/ds എന്തായിരിക്കും? u1
യൂണിറ്റ് വെക്ടറിൻ്റെ ആദ്യത്തെ u1 പ്ലസ് df ഡോ എഫ് ബൈ ഡോ വൈ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു dy/ds എന്താണ് dy/ds എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു s u2 ആണ് u2. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം ഇതാണ് കിട്ടിയത്. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് പി. ഇതെന്തായിരിക്കും? ഇത് ഈ രണ്ട് വെക്ടറിൻ്റെ കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഈ രണ്ട് വെക്ടറിൻ്റെ കൂടെ ഇതാണ് ഡോട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തേത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ ഇത് കിട്ടി. പ്ലസ് രണ്ടാമത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും, വെക്ടർ പോയി. അപ്പം ഇത് ഈ രണ്ട് വെക്ടറിൻ്റെ കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ആദ്യത്തേനെയാണ് നമ്മൾ ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് പി നോട്ട് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് പി നോട്ട് ജെനെയാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് പി നോട്ട് എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ് വെക്ടറാണ്, ഡയറക്ഷൻ ഓഫ് യു. അപ്പോൾ എന്താ? ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഈ ആദ്യത്തേനെ അപ്പം ഇതിനെ നമ്മൾ എഴുതുക, ഇതിൻ്റെ ഇതാണ് ഇങ്ങനെ എഴുതുക. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഇതാണ് ഇത് ഗ്രേഡിയൻ്റ് വെക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് പറയുന്നത്. ഇത് വെക്ടർ ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് വെക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇസ് ദ വാല്യൂ ഓഫ് ഗ്രേഡിയൻ്റ് വെക്ടർ ഒബ്റ്റൈൻഡ് ബൈ ഇവാലുവേറ്റ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് പി ഓഫ് പി നോട്ട് എക്സ് നോട്ട് വൈ റിട്ടൺ ആസ് ഇതിനെ ഇങ്ങനെ എഴുതും. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീഡ് ആസ് ഗ്രേഡ് എഫ്. വായിക്കുന്നത് ഞാൻ പറയാം. ഇതിനെ വായിക്കുന്നത് ഗ്രേഡ് എഫ് എന്ന് പറയാം, ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ഡെൽ എഫ് എന്നും പറയാം. ഇതാണ് ഡെൽ നൊട്ടേഷനാണിത്. അപ്പോൾ ഇതാണ്. അപ്പം ഇതിനെയാണ് ഗ്രേഡിയൻ്റ് വെക്ടർ ഓർ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ദ വെക്ടർ. ഈ വെക്ടറിനെയാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഡി എഫ് ബൈ ഡി എസ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈനെ അതിൻ്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അത് നമ്മൾ അടുത്തൊരു തിയറമായിട്ട് പറയുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ തിയറം 9, the directional derivative is a dot product. If fx is differentiable in open region containing p naught, x naught, y naught, then rate of change of f in the direction of u at p naught equal to gradient of f dot u, the dot product of the gradient of f at p naught with the vector u, in brief duf എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു. ഇതാണ് നമുക്ക് പ്രോബ്ലം വളരെ സിമ്പിളാണ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് find the derivative of f of xy equal to this at the point 2, 0 in the direction of v equal to 3i minus 4j. അപ്പോൾ നമുക്ക് ആദ്യം v തന്നിട്ടുണ്ട്, നമുക്ക് യൂണിറ്റ് വെക്ടറാണ് കാണേണ്ടത്. അപ്പോൾ v എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് കാണേണ്ടത്. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ u കാണണം. അപ്പോൾ വി എ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ മോഡുലസ് കൊണ്ട് അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതാണ് v/5. v എന്ന് പറഞ്ഞാൽ എന്താ? v എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് u ഇതാണ് u ഇതാണ്. അപ്പം ഇത് u1, ഇത് u2. u1 ഈക്വൽ ടു 3/5, u2 ഈക്വൽ ടു -4/5. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? എഫ് എക്സ്. ഇതാണ് നമുക്ക് കാണേണ്ടത്.
എഫ് എക്സ് കാണണം, എഫ് ഐയും കാണണം. നമ്മുടെ ഫോർമുല എന്താ? ഇതാണ് ഗ്രേഡിയന്റ് ഓഫ് എഫ് കാണണം. ഗ്രേഡിയന്റ് ഓഫ് എഫിന്റെ ഫോർമുല ഇതാണ്. അപ്പം ഇത് എഫ് എക്സ് കാണണം, എഫ് ഐ കാണണം. അപ്പം എഫ് എക്സ് ഓഫ് 20 എഫ് എന്ന് പറയുന്ന ഇതാണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് 20 വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് എത്ര? 20 വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഫിനെ ഇതാണ് എഫ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ എക്സ് കൊണ്ട് പാർഷ്യലായിട്ട് വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ഇ ടു ദ പവർ ഓഫ് ഐ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് വൈയുടെ മൈനസ് എൻ എക്സ് വൈ ഇൻറ്റു വൈ. അവിടെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? ആ പോയിന്റ് 20 കൊടുക്കണം. നമുക്ക് 20 കാണണ്ടേ? എഫ് എക്സ് അറ്റ് 20 അത് 1 കിട്ടി. അതുപോലെ തന്നെ എഫ് ഐ അറ്റ് 20 കൊടുക്കണം. എഫ് ഐ എന്ന് പറയുന്നത് ഇതാണ്. അതിന് എക്സിന് 2ഉം വൈക്ക് 0യും കൊണ്ട് 2 കിട്ടി. അപ്പം എഫ് എക്സ്. ഇനി ഫോർമുല എന്താ? ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറയുന്ന ഫോർമുല ഇതാണ് ഗ്രേഡിയന്റ് ഓഫ് എഫ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് 20 ഇതാണ് ഡോ എഫ്. ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് 20 എന്ന് പറയുന്നത് 1 എഫ് എക്സ് 20i പ്ലസ് എഫ് ഐ 20j ദാറ്റ് ഈസ് 1 പ്ലസ് 2j എന്ന് കിട്ടി. മാറിപ്പോരുത്. ഇതാണ്. ഇത് നമുക്ക് എത്ര കിട്ടി? 1 ഇൻറ്റു ഐ പ്ലസ് 2 ഇൻറ്റു ജെ, 1 പ്ലസ് 2j. അതാണ്. അപ്പം 1 പ്ലസ് 2j ഇൻറ്റു യു. യു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. യു. ഇതിന് രണ്ടേയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുക. അപ്പോൾ ഇതിനെ 1 കൊണ്ട് 3/5. ഇതിനെ 2 ഇൻറ്റു 4 8/5. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് 20 അറ്റ് ദ പോയിന്റ് 20 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. ഈ യു എന്ന് പറയുന്ന ഡയറക്ഷനിൽ. അപ്പം നിങ്ങൾ കാണേണ്ടത് എന്താണ്? ആദ്യം എഫ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ കാണേണ്ടത് ആദ്യം യു കാണണം, യൂണിറ്റ് വെക്ടർ കാണണം. വി തന്നിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ കാണണം. അത് തന്നിട്ട് എഫ് തന്നിട്ടുണ്ടാവും. എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 20 കൊടുക്കുക. അതാണിത്. പിന്നെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 20 കൊടുക്കുക. അതാണിത്. ഇത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കാണുക. അത് 1 പ്ലസ് 2j എന്ന് കിട്ടും. എന്നിട്ട് 1 പ്ലസ് 2j യു കൊണ്ട്, അതാണ് ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് 20. അതിനെ യു കൊണ്ട് യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -1. അപ്പോൾ ഇതാണ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് 20. ഒന്നുകൂടി പറയാം. ഇത് ഡെറിവേറ്റീവ് ഓഫ്, ഇവിടെ കണ്ടിരിക്കുന്നത് the derivative of f in the direction of u at p is equal to gradient of f dot u. Gradient of f കണ്ടു നമ്മൾ. ഇതാണ് gradient of f -1. ഓക്കെ.